ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒരുപാട് റിക്വസ്റ്റ് വരുന്നൊരു കാര്യമാണ് എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ. അതായത് കുറേ പേരായി എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഏത് ആപ്പിലാണ് എഡിറ്റ് ആക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് എഡിറ്റ് ആക്കുന്നത്, ഫോൺ നെയിം ഏതാണ്. സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ട്യൂട്ടോറിയലിൽ ഞാൻ സോൾവ് ചെയ്ത് തരുന്നതാണ്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ എല്ലാവർക്കും അറിയാം, ബട്ട് നല്ല ഒരു ഒരു നീറ്റ്നെസ്സിൽ നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് കിട്ടാനാണ് ഭയങ്കര ഡിഫിക്കൾട്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാനിതൊക്കെ പറഞ്ഞ് ഷെയർ ആക്കി തരുന്നതാണ്. സോ ബിഫോർ ദാറ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഐ എം ഷാക്കി. ഞാൻ കൂടുതലും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, ഫാഷൻ, ബ്യൂട്ടി കണ്ടൻസ് അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇഫ് യു ആർ ന്യൂ ഹിയർ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സജഷൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ വിതൗട്ട് എനി ഫർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് ജംപ് റൈറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്യുന്ന കൂടുതലുമായിട്ടും എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് വീറ്റ ആപ്പിലാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇൻഫ്ലുവൻസർ എനിക്ക് സജസ്റ്റ് ചെയ്തിരുന്ന ഒരു ആപ്പാണ്. ആൻഡ് എനിക്കത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുറേയൊക്കെ എസ്തെറ്റിക് ഫോൺസ്, ഒരുപാട് എസ്തെറ്റിക് ഫോൺസ് അതിലുണ്ട്. സോ എനിക്ക് വേറെ ഒരു ആപ്പ് ഞാൻ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഇല്ല. സീരിയസ്ലി പറയാനാണെങ്കിൽ ഞാൻ വീറ്റ തന്നെയാണ്. പ്രോ വേർഷൻ ഒന്നും അല്ല യൂസ് ആക്കുന്നത്, നോർമൽ വീറ്റയുടെ വേർഷനാണ് യൂസ് ആക്കുന്നത്. സോ ഇനി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ആക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിതൊരു യൂട്യൂബ് എഡിറ്റിംഗ് എങ്ങനെയാണെന്നാണ് കൂടുതലായിട്ടും കാണിക്കുന്നത്. ബട്ട് നിങ്ങൾ യൂട്യൂബ് എഡിറ്റിങ്ങിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒക്കെ എഡിറ്റ് ആക്കാൻ പറ്റും. ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്ന ഫോൺസ് എങ്ങനെയാണ്, മ്യൂസിക് എങ്ങനെയാണ് ആഡ് ആക്കുന്നത്, അങ്ങനെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സോ ഫസ്റ്റ് ഞാൻ യൂസ് ആക്കുന്ന ആപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീറ്റ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. വീറ്റ ആപ്ലിക്കേഷൻ എടുക്കുക. വീറ്റ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പ്രോ ലെവലിലൊന്നും അല്ല ഞാൻ പറഞ്ഞു തരുന്നത്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആ ഒരു ടൈപ്പിലാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ന്യൂ പ്രൊജക്റ്റിൽ പോവാം. ന്യൂ പ്രൊജക്റ്റിൽ പോയിട്ട് എനിക്ക് വേണ്ട വീഡിയോസൊക്കെ ഞാനിതിൽ ഓൾറെഡി ഫേവറേറ്റ്സിൽ ഇട്ടിട്ടുണ്ട്. ഞാനിതൊരു റാൻഡായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുള്ളൂ. ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. ബട്ട് എങ്ങനെയാണ് ഇതിൽ ടെക്സ്റ്റ് കൊടുക്കുക, മ്യൂസിക് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. നിങ്ങൾ ഈ വരുന്ന ക്ലിപ്സൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തോളൂ കേട്ടോ. ഞാൻ കുറച്ച് റാൻഡം ക്ലിപ്സാണ് ഡൗൺലോഡ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ ഞാൻ ഇത്ര ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ യൂട്യൂബ് ഫോർമാറ്റിലാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഫയൽസ് എല്ലാം ഇമ്പോർട്ട് ചെയ്തു. എന്നാൽ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോസിൻ്റെ സ്പീഡ് ഇൻക്രീസ് ആക്കാം, ഡിക്രീസ് ആക്കാം, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നോർമലി നോർമൽ സ്പീഡിലാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ടിപ്പ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരു വീഡിയോയുടെ ആവശ്യമില്ലാതെ സ്പീഡ് കൂട്ടരുത്. അതൊരു പ്രോപ്പർ വേ ഓഫ് എസ്തെറ്റിക് വേ അല്ല എഡിറ്റ് ആക്കുന്നതിൽ. എഡിറ്റ് ആക്കുമ്പോൾ എപ്പോഴും നോർമൽ സ്പീഡിൽ തന്നെ, നമ്മൾ എടുത്ത വീഡിയോയുടെ സെയിം സ്പീഡിൽ തന്നെ എഡിറ്റ് ആക്കുക. സ്പീഡ് കുറച്ചാലും കുഴപ്പമില്ല, ബട്ട് സ്പീഡ് കൂട്ടുന്നത് ഇതൊരു കൈൻഡ് ഓഫ് ഒരു അത്ര രസം ഉണ്ടാകുമെന്ന് തോന്നുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പോകാറില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്തെങ്കിലും സൗണ്ട്സ് ആണ്. സൗണ്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് സൗണ്ട്സ് ആണോ വേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെ സൗണ്ട്സ് ആണ്, മ്യൂസിക്സ് എന്തെങ്കിലും ആണെങ്കിൽ മ്യൂസിക്സിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരുപാട് മ്യൂസിക് ഓപ്ഷൻസ് വീഡിയോയിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുപാട് എഫക്ട്സ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പോർഷനിൽ നമുക്ക് എന്തെങ്കിലും ഒരു എഫക്റ്റ് കൊടുക്കണമെങ്കിൽ, എഫക്ട്സിൻ്റെ സൗണ്ട് കൊടുക്കണമെങ്കിൽ, ഒരു ട്രാൻസിഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് റൈറ്ററോ ക്യാമറ റെക്കോർഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ ഒരുപാട് ട്രാൻസിഷൻ സൗണ്ട്സും അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. സോ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മ്യൂസിക്കിൻ്റെ ഓപ്ഷനിൽ തേർഡ് ഓപ്ഷനായിട്ടുള്ള റെക്കോർഡ് അതിൽ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതൊക്കെ അതിൽ റെക്കോർഡാവും. ചെയ്യുന്നത് ടെക്സ്റ്റാണ്. ടെക്സ്റ്റിന് നമുക്ക് ഒരുപാട് ഫോൺസ് അവൈലബിൾ ആയിട്ടുണ്ട്. വ്ലോഗ്, ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് ഞാനിതിൽ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒരുപാട് ഫോൺസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഏത് ഫോൺസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ഫോൺസ് ആണോ ഇഷ്ടമുള്ള ആ ഫോൺ യൂസ് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറച്ച് ഫോൺസ് ഉണ്ട്. അത് ഈ കാണുന്നത് വിങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ അടിപൊളിയാണ്. ആൻഡ് ദെൻ സിഗ്നേച്ചർ, പിസ്സ ബൈ ആൽഫ്രെഡോ, ഇങ്ങനത്തെ ഫോൺസൊക്കെ അത്യാവശ്യം നല്ല ഫോൺസാണ്. സിഗ്നേച്ചർ, വാലന്റൈൻ, അത്യാവശ്യം നല്ല എസ്തെറ്റിക് ഫോൺസിൻ്റെ കളക്ഷൻസ് ഓൾറെഡി ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. സോ ഞാൻ യൂസ് ചെയ്യുന്നത് സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസിൽ എവിടെയൊക്കെ നമുക്കത് വേണം, ജസ്റ്റ് ഒരു ഹൈലൈറ്റ് മോഡലിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഹൈലൈറ്റ് ആയിട്ടൊക്കെ കൊടുക്കാം മോഡലിൽ. സോ എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത്രയും ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് എത്രത്തോളം എത്ര ലെങ്ത്തിൽ വേണമെന്ന് വെച്ചാൽ അത്ര അനുസരിച്ചിട്ട്
ടെക്സ്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഈ ടെക്സ്റ്റിൽ തന്നെ നമുക്ക് ആനിമേഷൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് ആനിമേഷൻസിൻ്റെ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ലൈക്ക് നമ്മൾ ഫ്രെയിം ഇൻ ഫ്രെയിം ഔട്ട് ലൂപ്പ് അങ്ങനെ കുറേ ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഞാനതിൽ നോർമലി ഒന്നും ചെയ്യാറില്ല, പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ഞാൻ കൊടുക്കാറ്. സ്റ്റൈലിൽ കൊടുക്കണമെങ്കിൽ നമ്മൾ ആ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യണ്ട. അത് ലൈക്ക് അവരുടെ ഒരു സ്റ്റൈൽ, ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട്. ആ സ്റ്റൈൽ അനുസരിച്ചിട്ട് നമ്മളുടെ വീഡിയോ നമുക്ക് ലൈക്ക് ഇതാക്കി തരും. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിൽ നിന്ന് പോയിട്ടുണ്ടാവും. ബട്ട് നമുക്കൊരു കുറച്ചും കൂടെ ഒരു എസ്തെറ്റിക് ആയിട്ട് ഇവർ തന്നെ നമുക്ക് വീഡിയോ ചെയ്ത് തരും. അപ്പോൾ നമുക്കത് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ചേഞ്ചസ് ഒക്കെ വരുത്താം. ബട്ട് നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഓക്കെ, നമുക്കതിൽ കണ്ടിന്യൂ ചെയ്യാം. ഞാനിതിലെല്ലാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാറുണ്ട്. ബട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ലൈക്ക് ഈ ഒരു മ്യൂസിക് നമുക്ക് വേണ്ട, അത് നമ്മൾ ഡിലീറ്റ് ആക്കും. നമുക്ക് എക്സ്ട്രാ നമുക്ക് ടൈപ്പ് ചെയ്യണം. കാരണം നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് പോയിട്ടുണ്ടാവും നമ്മൾ ഈ ഒരു ഫിൽറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ. സോ നമുക്ക് എക്സ്ട്രാ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്കത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കൊരു ഏകദേശമായി ഈ ഒരു ടൈപ്പിലൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് കിട്ടും. ആൻഡ് ദെൻ അത്രയ്ക്കുള്ള ഫിൽറ്റേഴ്സൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ബട്ട് ഞാൻ പേഴ്സണലി അങ്ങനെ ഫിൽറ്റേഴ്സൊന്നും യൂസ് ആക്കാറില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ബ്ലറാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും കളർ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാം, എന്തെങ്കിലും ഇമേജസ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാം. സോ അത് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ആ സ്ക്രീൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ടാവും. ഇത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാച്ചുറേഷനും എക്സ്പോഷറും ഷാർപ്പനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ആൻഡ് അതൊക്കെയാണ് ഈ ഒരു എഡിറ്റിങ്ങിൽ ഞാൻ പറയുന്നത്. ആൻഡ് ദെൻ ലാസ്റ്റ് ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ നേരത്തെ എപ്പോഴും ഞാൻ ഏറ്റവും ഹയസ്റ്റ് റെസൊല്യൂഷനിലേക്കാണ് ഇട്ടിട്ടാണ് വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് സം ടൈംസ് കുറേ പേര് ചോദിക്കുന്നതാണ് വീറ്റയുടെ വാട്ടർമാർക്ക് വരുന്നുണ്ടെന്ന്. സോ എങ്ങനെ വീറ്റയുടെ വാട്ടർമാർക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ വീറ്റയുടെ ഒരു വീറ്റ ഫസ്റ്റ് ഇൻ്റർഫേസ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഇവിടെ ഒരു സെറ്റിങ്സിൻ്റെ ഒരു ബാർ ഉണ്ട്. അതിൽ വീറ്റ വാട്ടർമാർക്ക് നമ്മൾ ഡിസേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീറ്റ വാട്ടർമാർക്ക് ഉണ്ടാവില്ല. ആൻഡ് ദെൻ നമ്മൾക്ക് ആ വീഡിയോ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് സേവ് ആക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഞാൻ ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രോ ആയിട്ടുള്ളൊരു കാര്യങ്ങളും പറയുന്നില്ല. ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയാണ് ഞാനിതിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ഭയങ്കര ചൂടാണ്. ലൈക്ക് ഞാൻ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് വീഡിയോയിൽ ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. കാരണം AC ഇട്ട് കഴിഞ്ഞാൽ AC-യുടെ സൗണ്ട് നിങ്ങളെ വീഡിയോയിലേക്ക് വന്ന് ഡിസ്റ്റർബ്ഡ് ആവും. സെയിം ലൈക്ക് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഫാനിൻ്റെ സൗണ്ടും ഡിസ്റ്റർബ്ഡ് ആവും. അതുകൊണ്ട് നല്ല ചൂടത്തിരുന്നാണ് സംസാരിക്കുന്നത്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവട്ടെ. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. എൻ്റെ ഫോൺ ശരിക്കും ചൂടായിട്ടുണ്ടായിരുന്നു. ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കർട്ടൻസ് മാറ്റിയിട്ടേക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഫോൺ നല്ല ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഫോണിലാണ് ഇപ്പോൾ ഔട്ട്രോ പറയാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് സെക്ഷനിൽ പറയുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.